ഇതുപോലൊരു സ്റ്റാക്ക് ആൻഡ് ബാർ ചാർട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ആണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മളതിന് ടൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് സെയിൽസ് എഗനിസ്റ്റ് ടാർഗറ്റ്. അതിന്റെ പെർസെൻറ്റേജ് ടു ടാർഗറ്റ് ബൈ ഐറ്റം എന്നുള്ള കീ ഫീൽഡ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം മാർക്കർ എന്ന് പറയുന്നത് ഓറഞ്ച് കളർ ആക്കിക്കൊണ്ട് ബാക്കി ആക്ച്വൽ സെയിൽസ് ബാർ ചാർട്ടിൽ. അതിനുശേഷം ആക്ച്വൽ സെയിൽസിന്റെ ഡേറ്റ ലെവൽസ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ടാർഗറ്റ് വിഷ്വലി കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ കളർ ഓറഞ്ച് കളറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. നമുക്ക് ഡേറ്റ സെറ്റ്സ് ഒന്ന് നോക്കാം. 3 കോളത്തിൽ ABC, കോളത്തിൽ നോർമൽ എക്സെല്, ജസ്റ്റ് ചെറുതായിട്ടുള്ളൊരു ചെറിയ ഡേറ്റ സെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാമ്പിൾ ആയിട്ടുള്ള ഡേറ്റയാണ് A to L, ABCD എന്ന് പറഞ്ഞിട്ട് L വരെ. സെയിൽസ് നോർമൽ റാൻഡം നമ്പേഴ്സ് ആണ്, ടാർഗറ്റും റാൻഡം നമ്പേഴ്സ് ആണ് നമ്മൾ ഈ എക്സാമ്പിളിന് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ലൈൻ ചാർട്ട് നമ്മൾ ക്ലസ്റ്റേർഡ് ലൈൻ ചാർട്ട് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. അതിന് പവർ BI ആദ്യം ഓൺ ചെയ്യാം. പെട്ടെന്ന് ലോഡാവും. ബ്ലാങ്ക് റിപ്പോർട്ട്, എൻ്റർ ഡേറ്റ. ഇമ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ സ്ട്രെയിറ്റ് അവേ അങ്ങ് ഡേറ്റ എൻ്റർ ചെയ്യാണ്. നമ്മൾ ചെറിയ സാമ്പിൾ ആയതുകൊണ്ട് ഇമ്പോർട്ടും ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് കോപ്പി ചെയ്യാം. ഇത്രയും കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ദ ഫസ്റ്റ് റോ ഓഫ് ഡേറ്റ ദാറ്റ് യു പേസ്റ്റഡ് ഹാസ് ബീൻ പ്രൊമോട്ടഡ് ടു കോളം ഹെഡേഴ്സ്. കറക്റ്റായി. അപ്പം ആദ്യത്തെ ഹെഡർ എന്ന് പറയുന്നത് നമ്മുടെ ഹെഡറാണ്, ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സെയിൽസ് ടേബിൾ, ഓക്കെ, ലോഡ്. ഓട്ടോമാറ്റിക്കലി പവർ ബിയിൽ ഇവിടെ ലോഡ് ആയിക്കോളാം ഡേറ്റ, ചെറിയ ഡേറ്റ സെയിൽസ്. എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഐറ്റം, സെയിൽസ്, ടാർഗറ്റ്. ഐറ്റം, സെയിൽസ്, ടാർഗറ്റ്. ഡേറ്റ വ്യൂവിലും വന്ന് നോക്കാൻ പറ്റും. ഐറ്റം, സെയിൽസ്, ടാർഗറ്റ്. സിമ്പിൾ ഡേറ്റ സെറ്റ് ആണ്. A to L ഡേറ്റയാണ്. ഇനി നമുക്ക് കുറെ മെഷർ ഉണ്ടാക്കേണ്ടി വരും. അതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് സെയിൽസിന്റെയും ടാർഗറ്റിന്റെ മെഷർ ഉണ്ടാക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ മെഷർ. സെയിൽസിന്റെ മെഷർ ശരിക്കും ആവശ്യമില്ല, ബട്ട് ഒരു ബെസ്റ്റ് പ്രാക്ടീസിന് വേണ്ടി സെയിൽസിന്റെ ഒരു മെഷർ ഉണ്ടാക്കാം സമ്മറൈസ് ചെയ്തുകൊണ്ട്. ഈവൻ ദോ ഒറ്റ ലൈനേ ഉള്ളൂ, പിന്നെ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ന്യൂ മെഷർ, ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു മെഷർ ഉണ്ടാക്കി. സം ഓഫ് ടാർഗറ്റ്, ഓക്കെ. ടാർഗറ്റ് കോളം പാസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ സം ചെയ്യണം. അപ്പോൾ 2 മെഷർ ഇവിടെ നമ്മൾ ഉണ്ടാക്കി, അണ്ടർസ്കോർ സെയിൽസ്, അണ്ടർസ്കോർ ടാർഗറ്റ്. ഇനി പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ടു ടാർഗറ്റ്, അതായത് സെയിൽസിൽ നിന്ന് ടാർഗറ്റിന്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ്, എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് കാണിക്കാനുള്ള ഒരു അഡീഷണൽ മെഷറും കൂടെ നമുക്ക് ഉണ്ടാക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ മെഷർ, പെർസെൻറ്റേജ് ടു ടാർഗറ്റ്, ഓക്കെ, ഈസ് ഈക്വൽ ടു ഡിവൈഡ് ന്യൂമറേറ്റർ ആക്ച്വൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ടാർഗറ്റ്, അല്ലെങ്കിൽ 0. ഓക്കെ, ഇപ്പോൾ പെർസെൻറ്റേജ് ടാർഗറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടി. ഇത് നമുക്ക് തന്നെ ചെയ്യാം. ലൈൻ ആൻഡ് സ്റ്റാക്ഡ് കോളം ചാർട്ട് ഇത് ആഡ് ചെയ്യാം. നീളത്തിരിക്കട്ടെ. അതിനുശേഷം ഐറ്റം കൊണ്ടുവരാം എക്സ് ആക്സിസിൽ. അത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഫിൽ ആയിട്ടുണ്ട്. സെയിൽസ് കൊണ്ടുവരാം ആക്ച്വൽ സെയിൽസ് കൊണ്ടുവരാം നമുക്ക് കോളം Y ആക്സിസിൽ. ടാർഗറ്റ് കൊണ്ടുവരാം ലൈനിൽ. ഓക്കെ, ടാർഗറ്റ് വന്നാൽ ഇങ്ങനെ ശ്രദ്ധിക്കുക. സെയിൽസ് എന്ന് പറയുന്നത് ആക്ച്വൽ ലൈൻ Y ആക്സിസിൽ കൊണ്ടുവന്നു, എക്സ് ആക്സിസിൽ ഐറ്റം കൊണ്ടുവന്നു. അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് എത്രയാണ് സെയിൽസിന്റെ ടാർഗറ്റ് എന്നുള്ളത് ലൈനായിട്ട് കൊണ്ടുവന്നു. അതിനുശേഷം പിന്നെ നമുക്ക് ചെറിയ എഡിറ്റിംഗ് ഒക്കെ ഇതിന് ചെയ്യാം. ബേസിക് എഡിറ്റിംഗ് ആണല്ലോ ഇതിൻ്റെ അകത്ത് ആവശ്യം. ഇത് ബന്ദ് ചെയ്യാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഗ്രിഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ഇടയ്ക്ക് കൂടെ ഒരു ഗ്രിഡ് ലൈൻ ഉണ്ട്, ഇങ്ങനെ ചെറുതായിട്ട് ഡോട്ടായിട്ട് കാണുന്നുണ്ട്. അത് ഞാനങ്ങ് ഡിസേബിൾ ചെയ്തേക്കാം. അത് പോയിട്ടുണ്ട്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത്. ഇനിയുള്ളത് ലൈൻ. ഈ ലൈൻ ഉണ്ടല്ലോ, ഇത് ലൈൻ നമുക്ക് ഡിസേബിൾ ചെയ്തുകൊണ്ട് ജസ്റ്റ് നമുക്കൊരു മാർക്കർ എനേബിൾ ചെയ്യാം. അപ്പോൾ ആദ്യം ലൈൻ ഡിസേബിൾ ചെയ്യാം. ലൈൻ ഡിസേബിൾ ചെയ്യാനൊക്കത്തില്ല, നമുക്കത് വിഡ്ത്ത് ഒന്ന് കുറച്ച് കൊടുക്കാം, 0. അപ്പോൾ കണ്ടില്ല, ലൈൻ അങ്ങ് പോയി. ഓക്കെ, അതിനുശേഷം മാർക്കർ ഓൺ ചെയ്യാം. അതിനുവേണ്ടി മാർക്കർ, ഓക്കെ, ഷോ ഫോർ ഓൾ കാറ്റഗറീസ്. അപ്പോൾ കണ്ടില്ലേ മാർക്കർ വന്നത്. അതിനുശേഷം നമുക്ക് വേണ്ട മാർക്കറാണ് ഈ ഡാഷ്, ഇതാണിത്. അപ്പോൾ ടൈപ്പിൽ നമ്മൾ ഡാഷ് സെലക്ട് ചെയ്തു. ഇപ്പോൾ കട്ടി പോരാ, അതുകൊണ്ട് നമുക്ക് വിഡ്ത്ത് ഒന്നുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കും. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ ഒന്നുകൂടെ കുറച്ച് കറക്റ്റായി. 10. ഓക്കെ, ഇനി നമുക്ക് നേരെ കോളത്തിലോട്ട് പോകാം. ഇത് ഡിസേബിൾ ചെയ്യാം മൊത്തം. ഓക്കെ, ഇനി നേരെ കോളത്തിൽ പോയി
കോളത്തിൽ പോയി കോളത്തിന്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കോളം ചാർട്ട്, കോളം ബാർ. ഓക്കെ, ഇതിപ്പം ഗ്രീൻ ആണല്ലോ കാണിക്കുന്നത്. ഗ്രീൻ നമുക്കൊന്ന് ഗ്രേ ഔട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അതിന് ബോർഡർ കൊടുക്കാം, കുറച്ചും കൂടെ കാണാം. ലേഔട്ടിന് കുറച്ചും കൂടെ അതിന് സ്പേസ് ബീച്ച് കൊടുക്കാം, കുറച്ചും കൂടെ അത് നൈസായി. ആൾക്കാരുടെ പ്രിഫറൻസ് ആണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, പിന്നെ മാർക്കറിന്റെ കളറ് നമ്മൾ മാറ്റിയില്ല. മാർക്കറിന്റെ കളർ വേണമെങ്കിൽ നമുക്ക് മേ ബി ഇങ്ങനെ കൊടുക്കാമല്ലോ. ഓക്കെ, കാണാൻ രസമുണ്ട് അല്ലേ? അതിനുശേഷം പെർസെൻറ്റേജ് ടു ടാർഗറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തില്ല എന്ന് തോന്നില്ല. പെർസെൻറ്റേജ് ടു ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടൂൾ ടിപ്പിൽ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സോർട്ട് ചെയ്യാൻ ഒക്കത്തില്ല. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെ പോവാം, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, സോർട്ട് ആക്സസ് പെർസെൻറ്റേജ് ടു ടാർഗറ്റ്. അത് കറക്റ്റായിട്ട് അത് ഓർഗനൈസ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ലൈൻ ഫോർമാറ്റ് കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈസിയാണ് ഈ സാധനം ചെയ്യാൻ. എന്തൊക്കെ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ഡേറ്റ ലേബൽ, ഇത്ര സെയിൽസ് എന്നുള്ള ഡേറ്റ ലേബൽ തന്നെ ഇവിടെ ചെയ്യാം. ഇത് രണ്ടും കാണിക്കുന്നുണ്ട്, ടാർഗറ്റിന്റെയും ആക്ച്വൽ സെയിൽസിന്റെയും ഡേറ്റ ലെവൽ വരുന്നുണ്ട്. നമുക്കത് സീരീസിൽ ഓരോന്നായിട്ട് ചേഞ്ച് ചെയ്യാം. സെയിൽസ് വേണം, സെയിൽസ് എനേബിൾ ചെയ്ത് കിടക്കട്ടെ, ടാർഗറ്റ് ഓഫ് ചെയ്തേക്കാം. ഇപ്പോഴെങ്ങനെയുണ്ട്? ഇപ്പോൾ കറക്റ്റ് ആയല്ലോ അല്ലേ? അപ്പോൾ നോക്കൂ, നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് കൊണ്ടുവന്നു, ടാർഗറ്റും കൊണ്ടുവന്നു. ഫീൽഡ് ഒന്നുകൂടെ കാണിക്കാം. സെയിൽസും ടാർഗറ്റും കൊണ്ടുവന്നു ബാറിൽ, ലൈനായിട്ട് കൊണ്ടുവന്നു ടാർഗറ്റ്, അതിനുശേഷം ഐറ്റം ബേസിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ലൈൻ ചാർട്ട് ഗ്രേ ഔട്ട് ആക്കി ഡിസേബിൾ ചെയ്തുകൊണ്ട്, അതായത് അതിന്റെ വിഡ്ത്ത് കുറച്ചുകൊണ്ട്, അപ്പോൾ നമുക്കത് കാണത്തില്ല ലൈൻ, ശരിക്കും അത് ലൈനാണ്. അതിനുശേഷം ഒരു മാർക്കർ എനേബിൾ ചെയ്തുകൊണ്ട് ആ മാർക്കറിന്റെ വിഡ്ത്ത് ഒന്ന് കൂട്ടി. അതിനുശേഷം ആ മാർക്കറിന്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്തോളൂ. ദാറ്റ്സ് ഓൾ. ഡാറ്റ ലെവലിൽ സെയിൽസ് എനേബിൾ ചെയ്തു, ടാർഗറ്റ് ഡിസേബിൾ ചെയ്തു, അപ്പോൾ 2 നമ്പർ വരത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മെഷർമെന്റ് ഉണ്ടാക്കിയപ്പോൾ അണ്ടർസ്കോർ ഒക്കെ ഇട്ടാണ് ചെയ്തത്, നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഈ ആക്സസിൽ ഫീൽഡിൽ വന്നിട്ട് നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. സെയിൽസ് ഇല്ല, ഇത് മാറുന്നുണ്ട്, അണ്ടർസ്കോർ മാറുന്നുണ്ട്. ടാർഗറ്റ് പെർസെൻറ്റേജ് ഓഫ് ടാർഗറ്റ്, അതിന്റെ അണ്ടർസ്കോർ മാറ്റി എടുക്കാം. ബൈ ഐറ്റം. വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ പ്ലീസ്. എന്തെങ്കിലും കൺഫ്യൂഷൻ വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കും. ഈസിയാണ് ചെയ്യാൻ, 4-5 സ്റ്റെപ്സേ ഉണ്ടാകത്തുള്ളൂ, കൂടുതലായിട്ടുള്ളതൊന്നുമില്ല. നമ്മൾ ചെറിയൊരു ഡാറ്റ സെറ്റ് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. കമന്റ് ചെയ്യൂ പ്ലീസ്. ഓക്കെ.